guys, hope you are doing well. Christmas exam ഒക്കെ ഇങ്ങ് എത്തിയിട്ടുണ്ടല്ലേ? ടെൻഷൻ ഉണ്ടടാ. ഇനി ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്ന് പറയാനാണ് മാം ഇന്ന് വന്നിട്ടുള്ളത്. Because today we are going to deal the important questions from the chapter the jungle air crash. Okay, jungle air crash എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ നിങ്ങൾ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അനായാസം നേരിടാൻ പറ്റും എന്നതാണ്. Okay, so our first question, Julian Kopke, the sole survivor of the plane crash, spent more than 10 harrowing days in the forest. Being a news reporter in a leading newspaper, you are asked to prepare and report on her survival. Prepare the likely news report. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണടാ? യെസ്, പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട് എന്ന് കണ്ടല്ലോ. ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നമ്മുടെ ചോദ്യം അല്ലേ? കാരണം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്? ബീയിങ് എ ന്യൂസ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ന്യൂസ് റിപ്പോർട്ടർ എന്നുള്ള നിലക്ക് നിങ്ങൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ഏത് റിപ്പോർട്ടാണ്? യെസ്, ഒബ്വിയസ്ലി അത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എന്നുള്ള അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനെ പറ്റിയിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഇവിടെ നമ്മുടെ ചോദ്യം. യെസ്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജൂലിയൻ കോപ്കെ എന്ന് പറയുന്ന നമ്മുടെ മേജർ ക്യാരക്ടർ ആണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളത് ദ ജംഗിൾ എയർ ക്രാഷിലെ മേജർ ക്യാരക്ടർ ആണ്. സോ അവര് എങ്ങനെയുള്ള ആളായിരുന്നു എന്നുള്ളതാണ് ദ സോൾ സർവൈവർ എന്നാ പറഞ്ഞേ. ആ ആള് മാത്രമേ അല്ലേ സർവൈവ് ചെയ്തിട്ടുള്ളൂ, അതിജീവിച്ചിട്ടുള്ളൂ ആ വലിയ ആ ഒരു പ്ലെയിൻ ക്രാഷ്. സോ എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ദിവസം ഭയങ്കര ഭയാനകരമായിട്ടുള്ള രീതിയിൽ അവര് ആ ഒരു കാട്ടിൽ കഴിഞ്ഞുകൂടി എന്നുള്ള അല്ലെ, അതിനെ അവര് അതിജീവിച്ചിട്ടുണ്ട്, സർവൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ തയ്യാറാക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? ഓക്കെ, സോ അത് 6 മാർക്സിന് 2018-19 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നുള്ള. അപ്പോ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് വേണടാ? യെസ്, ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് എ ടൈറ്റിൽ. നമുക്കൊരു ടൈറ്റിൽ നമ്മൾ എന്തായാലും കൊടുക്കണം വേണ്ടേ? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ തലക്കെട്ട് വേണം. സോ തലക്കെട്ട് നോക്ക്, ഫ്രം ആഷസ് ടു ലൈഫ്. എന്താണ്? ചാരത്തിൽ നിന്ന് അല്ലേ ജീവിതത്തിലേക്ക് എന്നാ പറഞ്ഞേ. കാരണം വലിയൊരു പ്ലെയിൻ ക്രാഷ് ആണ് അവിടെ സംഭവിച്ചത്, പക്ഷെ ഈ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. സോ അതാണ് ഇവിടെ ഫ്രം ആഷസ് ടു ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കണം? ടൈറ്റിൽ കഴിഞ്ഞാ യെസ്, യു ഷുഡ് മെൻഷൻ ദി ഡേറ്റ് ആൻഡ് പ്ലേസ് അല്ലെ? ആ ഇവന്റ് എവിടെയാണോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം, ആ ഒരു പ്രോബ്ലം എവിടെ വെച്ചിട്ടാണോ നടന്നിട്ടുള്ളത്, ആ ഒരു സംഭവം എവിടെ വെച്ചിട്ടാണോ അക്വയർ ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്ലേസ് അല്ലെ, ആ സ്ഥലം, അതേപോലെ തന്നെ ഡേറ്റും നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. സോ നോക്ക്, പുക്കാൽപ 1971 ഡിസംബർ 24 എന്ന് പറഞ്ഞ അല്ലെ. അപ്പൊ പുക്കാൽപ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ അവിടെ ഡേറ്റും മെൻഷൻ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ടൈറ്റിലായി, ഡേറ്റ് ആയി, പ്ലേസ് ആയി അല്ലെ? ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാണ് കേട്ടോ. എന്താണ് എന്നുള്ളത് നമ്മൾ പറയണല്ലോ. എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ പറയണം. സോ നോക്ക്, the Lancer Airlines schedule from Lima to Pucallpa was crushed to pieces in an air crash 30 minutes after the takeoff. എന്താ ആയിട്ടുള്ളത്? ലാൻസ എയർലൈൻസ് അല്ലെ, എവിടുന്ന് എങ്ങോട്ട് അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതായിരുന്നു? ലിമയിൽ നിന്ന് പുക്കാൽപ്പയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു എയർക്രാഫ്റ്റ് എന്തായി? ക്രഷഡ് ടു പീസസ്, കഷ്ണങ്ങളായിട്ടല്ലേ അത് ചിതറി ഭിന്നമായി എന്നുള്ളതാണ്, ചിഹ്ന ഭിന്നമായി എന്നുള്ളതാണ്. സോ അത് എപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്? അതിന്റെ ടേക്ക് ഓഫ് അതല്ലേ, അത് ഉയർന്നു കഴിഞ്ഞിട്ട് ആ 30 മിനിറ്റ്സിന് ശേഷം എന്നുള്ളതാണ്, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ. സോ ഓൾ ദ 92 passengers except a 70-year-old girl Julian Kopke died on the spot. അതായത് എല്ലാ ആളുകളും അല്ലേ അതിലുണ്ടായിട്ടുണ്ടായിരുന്ന 92 പാസഞ്ചേഴ്സ് ആരൊഴികെ 17 വയസ്സുള്ള നമ്മുടെ ജൂലിയൻ കോപ്കെ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി എന്നുള്ളതാണ്. ആൻഡ് ഷീ ഈസ് ദ ഓൺലി സർവൈവർ ഓഫ് ദ അറ്റാക്ക് ആൻഡ് വാസ് ഗോയിങ് ടു മീറ്റ് ഹർ ഡാഡ് അലോങ് വിത്ത് ഹർ മദർ. ആ ഒരു പ്രശ്നത്തിൽ, ആ ഒരു പ്ലെയിൻ ക്രാഷിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടുള്ള ഒരേ ഒരാള് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾ സർവൈവർ ആരാണ്? ആ നമ്മളുടെ ജൂലിയൻ കോപ്കെ മാത്രമാണ് എന്നുള്ളതാണ് അല്ലെ. അവൾ എങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്? യെസ്, ഷി വാസ് ഗോയിങ് ടു മീറ്റ് ഹർ ഡാഡ്. തന്റെ ഡാഡിനെ മീറ്റ് ചെയ്യാൻ പോവുകയായിരുന്നു നമ്മുടെ ജൂലിയൻ എന്നാണ്. സോ when the plane exploded, she was thrown out still strapped to her seat. ആ പ്ലെയിൻ പൊട്ടിത്തെറിച്ച ആ സമയത്ത് ആ ജൂലിയൻ എങ്ങനെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്? ആ ഒരു സീറ്റോട് കൂടിച്ചല്ലേ, ആ ബെൽറ്റ് ഒക്കെ ട്രാപ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ആ തെറിച്ചു താഴേക്ക് വീണിട്ടുള്ളത് എന്നുള്ള. She was not spotted by the rescue team. ആ റെസ്ക്യൂ ടീം അല്ലെ, റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സുരക്ഷാ സേനയാണ് അല്ലെ, രക്ഷാപ്രവർത്തനം നടത്തുന്ന
ടീമിനാണ് നമ്മൾ റെസ്ക്യൂ ടീം എന്ന് പറയാം. സോ രക്ഷാപ്രവർത്തന സംഘത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ ജൂലിയനെ. ഓക്കെ, സോ ആൻഡ് ഹാഡ് ടു സ്പെൻഡ് 11.5 days in the dense forest. എന്നിട്ട് എന്തായി 11 അല്ലേ, 11 മാത്രമല്ല 11.5 days എന്നാ പറഞ്ഞത്, 11.5 days 11.5 ദിവസം ആ ഒരു തീയ കാടിൽ അല്ലെ ഡെൻസ് ഫോറസ്റ്റിൽ അവൾ ചിലവഴിക്കേണ്ടി വന്നു. ഫൈനലി ഷി വാസ് റെസ്ക്യൂഡ് ബൈ ദ മെസ്സേജ് ഓഫ് ഹണ്ടേഴ്സ്. അങ്ങനെ അവസാനം അവള് രക്ഷിക്കപ്പെട്ടു. ആരാലെ എന്നുള്ള അല്ലെ, മെസ്സേജ് ഓഫ് ഹണ്ടേഴ്സിനാൽ അവൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള. എന്നിട്ട് എന്തായി, who took her to Tonavista then handed over to her father. എന്നിട്ട് അവളെ ടൊനവിസ്റ്റയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് അവളുടെ ഫാദറിലേക്ക് അല്ലെ, അതിനുശേഷം അവളുടെ ഫാദറിന് കൈമാറി എന്നുള്ളതാണ്. ആൻഡ് ജൂലിയൻ വാസ് കൺഗ്രാറ്റുലേറ്റഡ് ബൈ പീപ്പിൾ all over the world for a bravery and strong willpower. ലോകമെമ്പാടുള്ള ആളുകൾ അല്ലെ ജൂലിയൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്, കൺഗ്രാറ്റുലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തിനാണ് അവൾ അഭിനന്ദിച്ചിട്ടുള്ളത്? ശരിക്കും അവളുടെ ആ ഒരു ബ്രേവറി കണ്ടിട്ടാണ്, അവളുടെ ധീരത കണ്ടിട്ടാണ് അല്ലെ. ആൻഡ് അത് മാത്രമല്ല അവളുടെ വിൽ പവർ, അവളുടെ ഇച്ഛാശക്തിയൊക്കെ കണ്ടിട്ട് അത്രയും ദിവസം അവൾ കാട്ടിൽ നിന്ന് അതിജീവിച്ചു വന്നല്ലേ അല്ലെ, സർവൈവ് ചെയ്ത് അവൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ അതിനോട് തന്നെ എല്ലാവരും അവൾ എന്ത് ചെയ്യാണ്, കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് സെറ്റാക്കി, നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇവിടെ സെറ്റാക്കിയില്ലേ. നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, പ്ലേസ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എന്താ സംഭവം എന്ന് പറഞ്ഞു. ആൻഡ് ആ ഇവന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു എന്നുള്ള അല്ലെ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്തു എന്നുള്ള. സോ ഇനി ഈ ഒരു ചാപ്റ്റർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അനായാസം എഴുതാൻ പറ്റില്ലടാ. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ, എന്താണ്? The English club of your school has decided to honor Julia for the courage and determination which helped her overcome the perils of the jungle. Write a letter inviting her to the function. Prepare the likely letter. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദ ഇംഗ്ലീഷ് ക്ലബ് അല്ലെ, നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് ഡിസൈഡ് ചെയ്യാണ്, എന്താണ് അവർ തീരുമാനിക്കുന്നത്? ടു ഹോണർ ജൂലിയൻ അല്ലെ. ഈ ഹോണറിനെ, നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ഹോണറിനെ ആദരിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ആദരിക്കുന്നത്? ഫോർ ദ കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ, അവളുടെ ആ ഒരു ധൈര്യം അല്ലെ, ദെൻ അവളുടെ ഡിറ്റർമിനേഷൻ, അവളുടെ ദൃഢനിശ്ചയൊക്കെ കണ്ടിട്ടാണ് എന്നുള്ളതാണ്. വിച്ച് ഹെൽപ്പ് overcome the perils of the jungle. ആ ജംഗിളിൽ നടന്നിട്ടുണ്ടായിരുന്ന ആ ദുരിതങ്ങൾ ഓവർകം ചെയ്യാൻ അല്ലെ, അത് ഓവർകം ചെയ്യാൻ അവളെ സഹായിച്ചു എന്നുള്ള. സോ അങ്ങനെയാണെങ്കിൽ അല്ലെ, റൈറ്റ് എ ലെറ്റർ ഇൻവൈറ്റിംഗ് ഹർ ടു ദ ഫംഗ്ഷൻ. അപ്പൊ ആ ഒരു ഫംഗ്ഷനിലേക്ക്, അവളെ ആദരിക്കുന്ന ആ ഒരു ഫംഗ്ഷനിലേക്ക് അവളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം വേണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ലെറ്റർ ആണ് നമ്മൾ ഇവിടെ അയക്കേണ്ടത് അല്ലെ. യെസ്, സോ നോക്ക്, അങ്ങനെയുള്ള ഒരു ലെറ്റർ ആണ് ഇവിടെ അയക്കേണ്ടത്. സോ ഇത് നമ്മുടെ ഗസ്റ്റിന് അയക്കുന്ന ലെറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ടോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണടാ, ശരിക്കും ഫോർമൽ രീതിയിലാണ് നമ്മൾ ആ ലെറ്റർ എഴുതേണ്ടത്. സോ ഇവിടെ ഇത് 5 മാർക്സിന് 2017-18 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്തറിയണം? ഫസ്റ്റ് you should know the format of formal letter അല്ലെ. എങ്ങനെയാണ് ഒരു ഫോർമൽ ലെറ്റർ എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? യെസ്, ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? നമ്മൾ സെൻഡേഴ്സ് അഡ്രസ് എഴുതണം. ആരാണോ കത്തയക്കുന്നത് ആ ആളുടെ അഡ്രസ് നമ്മൾ അവിടെ കൊടുക്കണം വേണ്ടേ? യെസ്, സെൻഡേഴ്സ് അഡ്രസ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് മെൻഷൻ ദി ഡേറ്റ്. എന്നാണോ നമ്മൾ കത്തയക്കുന്നത് ആ ഡേറ്റ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് നമ്മൾ മെൻഷൻ ചെയ്യണം? യെസ്, റെസിപ്പിയൻ അഡ്രസ് അല്ലെ, റിസീവേഴ്സ് അഡ്രസ് നമ്മൾ അവിടെ കൊടുക്കണം. ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് ആ ആളുടെ അഡ്രസ് നമ്മൾ അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് യെസ്, നമ്മൾ സല്യൂട്ടേഷൻ വേണം അല്ലെ, അതായത് നമ്മൾ അഭിസംബോധന ചെയ്യണം. ആർക്കാണോ ആ ആളുടെ പേര് വെച്ചിട്ട് ഡിയർ ജൂലിയൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡിയർ സർ, ഡിയർ മാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക? നമ്മുടെ ഫോർമൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? യെസ്, കൃത്യമായിട്ട് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാരഗ്രാഫുകളായിട്ട് നമ്മൾ കാര്യം പറയണം അല്ലെ. അപ്പൊ ഒരുപാടൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, വലിച്ചു വാരി നീട്ടി എഴുതണ്ട. കാരണം ഇത് ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ്? ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് അല്ലെ. യെസ്, അപ്പൊ നോക്ക്, ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയണം. അതിൽ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? എന്താണ് നമ്മൾ ഈ ലെറ്റർ അയക്കുന്നതിന്റെ പർപ്പസ്, നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ആൻഡ് തേർഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യണം. കാര്യങ്ങൾ എല്ലാം കൂടി പറഞ്ഞിട്ട് അല്ലെ, മൊത്തത്തിലൊന്ന് ഷോർട്ട് ആക്കിയിട്ട് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യണം എന്നുള്ള ആ കൺക്ലൂഷനിൽ നമ്മൾ എന്താ പറയേണ്ടത്? എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ അയക്കുന്നത്? സോ എന്താണ് താങ്കളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവിടെ പറയണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? യെസ്,
ഇത് ഒരു ഫോമൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ലവിംഗ്ലി എന്നൊന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, സോ പകരം നമ്മൾ യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർ ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കത്ത് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ യുവർ ഫെയ്ത്ത്ഫുള്ളി ഓർ യുവർ സിൻസിയർലി എന്ന് കഴിഞ്ഞിട്ട് താഴെ ആരാണോ അയക്കുന്നത്, സോ സെൻഡേഴ്സ് നെയിം വിത്ത് ഡെസിഗ്നേഷൻ അല്ലെ. അതിന് എന്തെങ്കിലും പദവിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പദവി നമ്മൾ അവിടെ കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അല്ലെ, തൊട്ട് താഴെ നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണടാ, സൈൻ എന്നുള്ള അല്ലെ, SD എന്നാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സോ സെൻഡേഴ്സ് നെയിം കൊടുക്കുക, SD കൊടുക്കുക. ഇനി എന്തെങ്കിലും കോൺടാക്ട് ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്പർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമിന് നിങ്ങൾ അത് ആഡ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു സെൻഡേഴ്സ് നെയിം വിത്ത് SD നിങ്ങൾ കൊടുത്താൽ മതി. പ്രിൻസിപ്പാളൊക്കെ അയക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഏതെങ്കിലും ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ് ലെറ്റർ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം താഴെ ഡെസിഗ്നേഷൻ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ്. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു ഇംഗ്ലീഷ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ ആർക്കാണ് അയക്കുന്നത്, ജൂലിയൻ അയക്കുന്ന ലെറ്റർ അല്ലെ. സോ നോക്കും, യെസ് നമ്മൾ എന്ത് കൊടുക്കണടാ, നിങ്ങളുടെ നെയിം ഇവിടെ കൊടുക്കണം, വേണ്ടേ, ഒരു ABC എന്തെങ്കിലും ഒരു അൺനോൺ നെയിം നിങ്ങൾ അവിടെ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊസിഷൻ നമ്മൾ മെൻഷൻ ചെയ്യണം. സോ നമുക്ക് എന്ത് പറയാം, ദി സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് എന്ന് ഇവിടെ കൊടുക്കുക അല്ലെ. പൊസിഷൻ കൊടുക്കുക, ഏത് ക്ലബ്ബാണ്, ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ്ബാണ്. സോ ആ ഒരു ഇംഗ്ലീഷ് ക്ലബിന്റെ പൊസിഷൻ ഏതാണോ ഈ ആളുടെ, അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്കൂള് അല്ലെ, GHSS മലപ്പുറം അല്ലെങ്കിൽ GHS കാലിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ABC സ്കൂൾ എന്ന് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, സ്കൂളിന്റെ നെയിം നിങ്ങൾ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അഡ്രസ് എന്നുള്ളത് എന്താണ്, ജസ്റ്റ് ഏതെങ്കിലും ഒരു കാലിക്കറ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആ രീതിയിൽ എന്തെങ്കിലും എന്താണ് ഒരു നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അഡ്രസ് നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്ക്, നോർമലി നമ്മളൊരു ഫോമൽ ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ അവിടെ ഇമെയിൽ അഡ്രസ് വിത്ത് കോൺടാക്ട് നമ്പർ ഒക്കെ നമ്മൾ അവിടെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇനി എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് കൊടുത്തിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം, നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, യെസ് നിങ്ങളൊരു പൊസിഷന് ദെൻ ക്ലബിന്റെ പേര് സ്കൂളിന്റെ പേര് ഇത്രയും മതി. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നോക്ക്, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഡേറ്റ് നമ്മൾ കൊടുക്കണം, വേണ്ടേ. യെസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കാണോ അയക്കുന്നത്, ജൂലിയൻ കോപ്പ് കേക്ക് ആണ് അല്ലെ, ജൂലിയൻ കോപ്പ് കേക്ക് ആണ്. സോ ജസ്റ്റ് എന്താണ് ഒരു ഫ്ലാറ്റ് നമ്പർ ഒക്കെ നിങ്ങൾ റെസിപ്പിയൻ അഡ്രസ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ആളെ എവിടെയായിരുന്നു, ശരിക്കും പെറുവിലാണ് അല്ലെ, പെറുവിലുള്ള ആളാണ്. അപ്പൊ പെറു എന്നത് കൊടുത്താൽ മതി അഡ്രസ് ആയിട്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് സെറ്റ് ആക്കി, സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, ദെൻ റിസീവേഴ്സ് അഡ്രസ്, ഇത്രയും നമ്മൾ സെറ്റ് ആക്കി. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്, കാര്യം പറയാൻ പോകാം അല്ലെ. ഡിയർ ജൂലിയൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ ലെറ്റർ നിങ്ങളിൽ എത്തുന്നല്ലേ, നല്ല കണ്ടീഷനിലാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്നല്ല. ആൻഡ് ഐ എം റൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദി ഇംഗ്ലീഷ് ക്ലബ് അറ്റ് എന്താണോ സ്കൂൾ അല്ലെ, ABC സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ ABC സ്കൂളിന്റെ ഇംഗ്ലീഷ് ക്ലബിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞാൻ ഈ ലെറ്റർ നിങ്ങൾക്ക് അയക്കുന്നത്. We are truly amazed by your bravery overcoming the jungle ordeal as shared in Jungle Air Crash. ഞങ്ങൾ എന്തായി ശരിക്കും അല്ലെ, യഥാർത്ഥത്തിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് അമേസ്ഡ് ആയി എന്നുള്ളതാണ്, ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ജംഗിൾ എയർ ക്രാഷിന്റെ ആ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്തത് കണ്ടിട്ട്. ഓക്കെ, ആ ഒരു ബ്രേവറി നിങ്ങളുടെ ധീരത കണ്ടിട്ട്. സോ യുവർ കറേജ് ഈസ് എ ട്രൂ ഇൻസ്പിറേഷൻ ടു us all. നിങ്ങളുടെ ആ ഒരു ധൈര്യം ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ ആണ് എന്നുള്ളതാണ് അല്ലെ. സോ വി ആർ ഹോസ്റ്റിംഗ് എ സ്പെഷ്യൽ ഇവന്റ് ടു സെലിബ്രേറ്റ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ഒരു ഇവന്റ് തന്നെ, ഒരു പരിപാടി തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തിനാണ്, ടു സെലിബ്രേറ്റ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്, വളരെ പ്രചോദനമായിട്ടുള്ള ഇത്തരത്തിലുള്ള കഥകൾ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സോ ആൻഡ് വി വുഡ് ബി honored to have you as our guest of honor. നിങ്ങളെ ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയാൽ ഞങ്ങൾ ശരിക്കും ഞങ്ങളെ ബഹുമാനിക്കപ്പെടുകയെന്നുള്ള. So your journey can teach our class 9 students invaluable lessons about resilience and determination. നിങ്ങളുടെ ഈ ഒരു കഥ അല്ലെ, നിങ്ങളുടെ ഈ ഒരു യാത്ര ശരിക്കും ഞങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾ അല്ലെ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, 9th-ലാണ്. സോ ഞങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ ശരിക്കും ഞങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കും എന്നുള്ളതാണ്. യെസ്, റെസിലിയൻസ് അല്ലെ, പ്രതിരോധത്തിന്റെ, അതേപോലെ തന്നെ ഡിറ്റർമിനേഷന്റെ ഒക്കെ ആ ഒരു പാഠം ശരിക്കും ഞങ്ങളെ പഠിപ്പിക്കും എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ പരിപാടി അല്ലെ, എന്നാണ് നമ്മുടെ ഇവന്റ് നടക്കുന്നത്, 8th on എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് നമ്മൾ കൊടുക്കണം. സോ നമുക്ക് എന്ത് കൊടുക്കാം, 25th January ഏതാണ്, യെസ് 2024 എന്നൊക്കെ കൊടുക്കാം. എന്നിട്ട് ടൈം എപ്പോഴായിരിക്കും, നോർമലി ടൈം നമ്മളിവിടെ മെൻഷൻ ചെയ്യണം അല്ലെ. അപ്പൊ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു 10 AM എന്നൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യാം. ആൻഡ് ദ വെന്യൂ എവിടെ വെച്ചിട്ടായിരിക്കും, സ്കൂൾ ഓഡിറ്റോറിയം ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മെൻഷൻ ചെയ്യുക. എന്നിട്ട് പറയാണ്, ലെറ്റ് us know if you can join us by dash അല്ലെ. എന്താണ്, ഞങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ഒരു കൺഫർമേഷൻ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഡേറ്റ് അവിടെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട്
അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കാര്യമൊക്കെ പറഞ്ഞു അല്ലെ, ആളോട് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എന്താ പരിപാടി, എന്നാണ്, എവിടെ വെച്ചിട്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം. സോ നോക്ക്, താങ്ക് യു ഫോർ ബീങ് സച്ച് എ സോഴ്സ് ഓഫ് കറേജ് ജൂലിയൻ. ജൂലിയനോട് പറയാണ് നന്ദി. എന്തിനാണ്? താങ്ക് യു ഫോർ ബീങ് എ സോഴ്സ് ഓഫ് കറേജ്. കറേജിന്റെ ഒരു സോഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മുന്നിൽ അല്ലെ നിലകൊള്ളുന്നതിൽ നന്ദി ഉണ്ട് എന്നുള്ളതാണ്. സോ we would be thrilled if you could share your incredible adventure with us. നിങ്ങളുടെ അവിശ്വസനീയമായിട്ടുള്ള അല്ലെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അഡ്വഞ്ചർ, നിങ്ങളുടെ സാഹസികത നിങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ എന്താവും, we would be thrilled. ഞങ്ങൾ ഭയങ്കരമായിട്ട് ആവേശഭരിതരാകും എന്നുള്ള, ശരിക്കും ഞങ്ങൾ ഭയങ്കര ത്രില്ലായിരിക്കും നിങ്ങൾ ആ കഥ ഞങ്ങളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ. സോ എന്നിട്ട് എന്ത് ചെയ്യുക, വാം റിഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷസ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തുന്നത്. അപ്പൊ നിർത്തുമ്പോൾ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. സോ ഇവിടെ വാം റിഗാർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ട് യുവർ നെയിം, ആരാണോ ഈ ഒരു ലെറ്റർ അയക്കുന്നത് അല്ലെ ആളുടെ നെയിം, എന്നിട്ട് പൊസിഷൻ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സെക്രട്ടറി എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ സെക്രട്ടറി, ഇത് സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു കോൺടാക്ട് ഇൻഫോർമേഷൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു നമ്പർക്ക് അവിടെ കൊടുക്കുക എന്നല്ല. ഓക്കെ, കാരണം എന്താണ്, ഇത് നമ്മളൊരു ഗസ്റ്റിനെ അല്ലെ ഗസ്റ്റിനെ വിളിച്ചുകൊണ്ടുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി അവർക്ക് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കോൺടാക്ട് ഇൻഫോർമേഷൻ എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് തയ്യാറാക്കടാ, ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് സെറ്റ് ആയല്ലോ എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മക്കളെ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.